CPM-നെ ആരാണ് നന്നാക്കേണ്ടത്? കാരണം ഏറ്റവും അധപ്പതനത്തിലാണ് ഇപ്പോൾ CPM നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ജൂൺ 4-ാം തീയതിക്ക് ശേഷം നമുക്കത് വ്യക്തമാവുകയും ചെയ്തു. എങ്കിലും നമ്മുടെ പിണറായി വിജയനൊന്നും മുഖ്യമന്ത്രിക്കൊന്നും യാതൊരു കൂസലും ഇല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് തന്നെ ഈ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു രീതിയിലാണ്. ഈ CPM-ൻ്റെ ഈ ഒരു തകർച്ച കൊണ്ടുവന്നത് ആരാണ്? അവരെ നന്നാക്കേണ്ടത് ആരാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു തോന്നുന്നു. കാരണം അവർ ഇത്രയധികം തകർത്തത് സാംസ്കാരിക പ്രവർത്തകരാണ് ഇവിടുത്തെ. അതെ, അവരുടെ സോക്കോൾഡ് ഞാൻ പറയുന്നത് ബുദ്ധിജീവികളാണ്. അതെ അതെ, സച്ചിദാനന്ദനായിക്കോട്ടെ, മുകുന്ദനായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രഗത്ഭരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരായിക്കോട്ടെ, യാതൊരു തരത്തിലും വിമർശിക്കാൻ ഇവർക്ക് കെൽപ്പില്ല, അല്ലെങ്കിൽ ഇവർക്ക് ധൈര്യമില്ല. അവരാണ് CPM-ൻ്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികൾ. കറക്റ്റാണ്, ആ നിരീക്ഷണം വളരെ ശരിയാണ്. CPM മറ്റു ജനാധിപത്യ പാർട്ടികളെ പോലെ അല്ലല്ലോ. തീർച്ചയായിട്ടും സൈദ്ധാന്തികമായൊരു അടിത്തറ, അതുപോലെ സംഘടനയുടെ ഒരു മേൽക്കൂരയും, ഈ രണ്ട് സംഗതികളിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ആശയപരമായ അതിൻ്റെ ഒരു ബൗദ്ധിക തലമാണ്. അപ്പോൾ ബുദ്ധിജീവികൾ അതുകൊണ്ട് തന്നെ CPM-ന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. CPM-നല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ബൗദ്ധിക ആചാര്യന്മാർ അല്ലെങ്കിൽ താത്വിക ആചാര്യന്മാരെന്നൊക്കെയുള്ള പ്രയോഗം പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. താത്വികന്മാർ വേണം. ആദ്യം ഉണ്ടാകേണ്ട സിദ്ധാന്തം തന്നെയാണ്, പിന്നെ അതിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ സിദ്ധാന്തത്തിന് അതിൻ്റെ അടിത്തറയും വേണം, അത് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള താത്വിക ആചാര്യന്മാരും വേണം. തത്വം ജനങ്ങളിൽ എത്തിക്കാനുള്ള ആചാര്യന്മാർ, താത്വിക ആചാര്യന്മാർ വേണം. അത് ഗംഭീരമായി പ്രയോഗിക്കുന്ന പാർട്ടി നേതാക്കന്മാരും വേണം. ഇതിനിടയിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ക്യാമ്പയിനേഴ്സ് എന്ന് പറയുന്നത് ഈ താത്വികാചാര്യന്മാരുടെ ആരിൽ നിന്ന് തത്വം ഏറ്റുവാങ്ങിയിട്ട് ജനങ്ങളിൽ എത്തിക്കുന്ന പ്രചാരകരാണല്ലോ. ഈ മൂന്ന് ഘടകം ചേർന്നാണ് പാർട്ടി. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് സമീപകാലത്ത് എന്ന് വെച്ചാൽ കുറച്ചു കാലമായി ആ ഒരു അപജയം തുടങ്ങിയിട്ട് ബുദ്ധിജീവികൾ എന്ന് പറയുന്നൊരു വിഭാഗം. എനിക്ക് തോന്നുന്നു ചിന്താരവി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ചിന്താരവിയുടെ ഒരു അനുസ്മരണ സമ്മേളനം, ഒന്നാമത്തെയാണോ അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് സക്കറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാർ അല്ലെങ്കിൽ ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്നൊരു വർഗം ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. ന്യായമായ ചോദ്യമാണത്. കാരണം അദ്ദേഹം ഇവരുടെ പ്രഭാവം കണ്ടു വളർന്ന ഒരാളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെ ഒരു രീതി, അവരുടെ വാക്ക്, അവരുടെ ശൈലി, അവരുടെ സാഹിത്യം, അവരുടെ താളം, അവരുടെ കവിത, അവരുടെ സംഗീതം അറിയാലോ. സാംസ്കാരിക പ്രവർത്തകന്മാരും ബുദ്ധിജീവികളും ആണല്ലോ പാർട്ടി ഉണ്ടാക്കിയത് വലിയൊരളവിൽ. ഇപ്പോൾ KPAC ഉണ്ടാക്കിയ ഒരു വളർച്ച, സംഗീതജ്ഞന്മാരുണ്ടാക്കിയ വളർച്ച, സംഗീതവും വലിയ അടിത്തറ, ജനകീയമായ അടിത്തറ വിപുലമാക്കുന്നതിൽ സാംസ്കാരിക പ്രവർത്തനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലപ്പത്തിരുന്ന തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ. പിന്നീട് ഇപ്പോൾ ഒരു കാര്യം അറിയുമോന്നറിയില്ല, എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. MB ശ്രീനിവാസ് എന്ന് പറയുന്ന സംഗീതജ്ഞനുണ്ടല്ലോ, അദ്ദേഹം AK ഗോപാലൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സെക്രട്ടറി ആയിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അധികം പേർക്ക് അറിയില്ല അത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു വിലയാണ്. അപ്പോൾ രണ്ടും പരസ്പരമുള്ളൊരു വിശ്വാസമാണത്. MBSന് ഇത് എൻ്റെ പണിയെല്ലാം തോന്നിയിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനം. ഇവനെ എനിക്ക് ആവശ്യമില്ല എന്ന് AKGക്കും തോന്നിയിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോംബോ ആണ്, അല്ലെങ്കിൽ ഒരു റാപ്പോ ആണ്. അതായത് സംസ്കാരവും രാഷ്ട്രീയവും ചേർന്നുള്ള ഒരു മുന്നേറ്റമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിന് എന്താണ് അടുത്ത കാലത്ത് പറ്റിയത്? അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണമുണ്ട്. പണ്ട് IPTA എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ. ആ മൂവ്മെൻറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നടത്തുന്നൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളും ശക്തമായി നടക്കേണ്ടത് കവികളുടെയും നാടക പ്രവർത്തകന്മാരുടെയും തിയേറ്റർ ആക്ടിവിസ്റ്റുകളുടെയും പ്രവർത്തനമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനെ തുടർന്ന് ഉള്ള കാലത്തുമൊക്കെ കലയുടെ വില മനസ്സിലാക്കാത്ത ഭരണകൂടം കലാകാരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കാത്ത കാലത്ത്, ഇന്നത്തെ പോലെ വാരിക്കോരി അവാർഡുകൾ കൊടുത്തിട്ട് അക്കാഡമിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കൂടെ നിർത്തിക്കളയാമെന്ന് വിചാരിക്കുന്ന കാലമല്ല. ഭരണകൂടം കലാകാരന്മാരെ ഭയപ്പെടുകയും അവരെ വലിയ തോതിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. അന്ന്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് ആണ് ഇപ്റ്റയുടെ ക്യാമ്പുകൾ നടന്നിരുന്നത്. ഇപ്പോൾ ചില്ലറക്കാരല്ല, പണ്ഡിറ്റ് രവിശങ്കറിനെ പോലുള്ള വലിയ ആളുകൾ, ഭരത് ഗോപി അതിൻ്റെ ഉണ്ടായിരുന്നു, കൈഫി ആസ്മിയെ പോലുള്ള ആളുകൾ. ഗോപിയൊക്കെ പിൽക്കാലത്താണ്, ഞാൻ പറയുന്നത് അതിൻ്റെ മുമ്പുള്ളൊരു തലമുറ, വലിയ വലിയ ആളുകൾ, സഹീർ ലുധിയാൻവി, അങ്ങനെ ഒരുപാട് വലിയ നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ, ബോംബെയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസിൽ ഇരുന്നുകൊണ്ടാണ് അവർ ഈ കലാപ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. അടുത്ത നാടകം ഏത്, അടുത്ത തിയേറ്റർ ഏത്, അടുത്ത സംഗീതം ഏത് ഒക്കെ അവിടെ പ്ലാൻ ചെയ്യുമ്പോൾ, അപ്പോൾ PC ജോഷി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ബോംബെയിലെ പാർട്ടി ഓഫീസിൽ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഈ പാർട്ടി ഓഫീസ് ഇതിനൊക്കെ ഉള്ളതാണ്. എന്തിന്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി കൂടാൻ മാത്രമല്ല, വലിയ കലാപ്രവർത്തനങ്ങൾ കൂടി ഉള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ PC ജോഷി പോയി പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ഉണ്ടല്ലോ, ഈ മനുഷ്യൻ ഇവർക്ക് കാവലിരിക്കുകയാണ്, ഭക്ഷണം കൊടുക്കാൻ, ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ. പക്ഷേ ഇദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവിടെ കൂടിയ കലാകാരന്മാരൊക്കെ പാർട്ടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ആസ്ഥാനത്ത് കഴിഞ്ഞുകൊണ്ട്, പാർട്ടിയുടെ ചെലവിൽ കഴിഞ്ഞുകൊണ്ടാണ്. പക്ഷേ അവർ വലിയ തോതിൽ പാർട്ടിയെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്വപ്നമാണ് പാർട്ടി. ആ പാർട്ടി പ്രയോഗത്തിൽ കാണിക്കുന്ന ചെറിയ അബദ്ധങ്ങൾ പോലും അവർക്ക് പൊറുക്കാൻ പറ്റില്ല കലാകാരന്മാർക്ക്. അതുകൊണ്ട് പാർട്ടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ടാണ് അവിടെ റിഹേഴ്സലും ക്യാമ്പും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഓഫീസ് സെക്രട്ടറി പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്തയച്ചു PC ജോഷിക്ക്. സഖാവേ, ആരെയാണ് നിങ്ങൾ ഈ ആഫീസിൽ ഇരുത്തിയിരിക്കുന്നത്? ഇവരൊക്കെ പാർട്ടി വിരുദ്ധന്മാരാണല്ലോ, എന്തൊക്കെ വിമർശനങ്ങളാണ് അവർ പാർട്ടിക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധു പേടിച്ചതാണ്. PC ജോഷി കൃത്യമായി ആ കത്തിന്, പാർട്ടി സെക്രട്ടറിയുടെ കത്തിനും ഓഫീസ് സെക്രട്ടറിയുടെ കത്തിന് മറുപടി അയച്ചു എന്ന് ചരിത്രത്തിലുണ്ട്. ആ മറുപടിയിൽ ഒരു വാക്യമേ ഉണ്ടായിരുന്നുള്ളൂ: സഖാവിനെ ഏൽപ്പിച്ച ജോലി ചെയ്താൽ മതി. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അല്ല, കലയുടെ പോളിറ്റ് ബ്യൂറോ ആണ്. കലയുടെ പോളിറ്റ് ബ്യൂറോയുടെ പണി എന്താണ്? അതാണ്, കലയുടെ പോളിറ്റ് ബ്യൂറോ ആണ്. അതുകൊണ്ട് ഞാൻ പാർട്ടി ഏൽപ്പിച്ച പണി ചെയ്താൽ മതി. ഇതിൻ്റെ അർത്ഥം കലയുടെ പോളിറ്റ് ബ്യൂറോയെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പോലും ബഹുമാനമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? കലയുടെ പോളിറ്റ് ബ്യൂറോ പാർട്ടി പോളിറ്റ് ബ്യൂറോയെ വിമർശിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകരുടെയും ബുദ്ധിജീവികളുടെയും കലാകാരന്മാരുടെയും പണി എന്താണ്? പാർട്ടിയെ നേർവഴിക്ക് നയിക്കാനുള്ള അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത്. ഇപ്പോൾ MN വിജയൻ മാഷ് എവിടെയോ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ കലാകാരന്മാരെ നമുക്ക് ഒരു കളിയിലും പെടുത്താൻ പറ്റൂല. കലയുടെ ഉള്ളിൽ സഹൃദയത്വം ഉണ്ടെങ്കിൽ, സ്വതന്ത്രമായ ചിന്തയെ വിഹരിക്കാൻ വിടുമെങ്കിൽ, നിരന്തരമായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമെങ്കിൽ അവർക്ക് ഒരു കള്ളിയിൽ അങ്ങ് നിന്ന് കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ പാർട്ടിയുടെ സ്വപ്നങ്ങളെക്കാൾ മനോഹര തെളിച്ചമുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും അവർക്ക്. ഇപ്പോൾ ജാതിരഹിതവും മതാതീതവുമായ മനുഷ്യ സമുദായം എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നമില്ലെങ്കിൽ അതില്ല. ആ സ്വപ്നം തേച്ചു മിനുക്കി പരിചയപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി കൊടുക്കുന്ന കലാകാരന്മാരാണ്. ആ കലാകാരന്മാർ ഒരു കള്ളിയിൽ ആയിപ്പോയി. കലാകാരന്മാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളിയിൽ നിന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും, ഇവർ ഇത്രയേ ഉള്ളൂ എന്ന് ഭരണകൂടത്തിനും അറിയാം. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലുള്ള ഒരു ലീഡർഷിപ്പിൽ വന്നപ്പോൾ ഏത് കടുത്ത വിമർശകന്മാരെയും വിലക്കെടുത്ത് കളയാം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ CPM-നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വിമർശിക്കുന്നത് ഈ സിനിമാ രംഗത്തും കലാരംഗത്തൊക്കെ ഉള്ളത് ഈ ജോയ് മാത്യുവും ഹരീഷ് പേരടിയെ പോലുള്ളവരൊക്കെയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ യഥാർത്ഥ കലാകാരന്മാർ അവരാണെന്ന് പറയേണ്ടി വരും. കാരണം ജോയ് മാത്യുവിന് സമൂഹത്തെ കാണാതിരിക്കാൻ വയ്യ, സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചെയ്തികളെ വിമർശിക്കാതിരിക്കാൻ വയ്യ. അങ്ങനെ പലരും ഉണ്ടായിരുന്നു, ചിലരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട്, ഇടതുപക്ഷത്തിൻ്റെ കൂടെ യോജിക്കാവുന്ന കാര്യങ്ങളൊക്കെ യോജിച്ചു പോയ ഒരാളാണ് C രാധാകൃഷ്ണൻ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് സമകാലിക മലയാളത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ കണ്ടില്ലേ? അതിൽ പറയുന്നുണ്ട്, ആരാണ് ഈ നാട്ടിൽ, എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടാനുണ്ടോ, കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുകയാണ് C രാധാകൃഷ്ണൻ. ലെഫ്റ്റ് റൈറ്റായി തീരുന്നു. അത് അദ്ദേഹം പറഞ്ഞു. ആരാണിത് പറയേണ്ടത്? അദ്ദേഹം യുവകലാസാഹിതിയുടെ ദീർഘകാലം സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഒരാളാണ്. യുവകലാസാഹിതി CPI-യുടെ സഹായത്തോടെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോഴും അദ്ദേഹത്തിന് അഭിപ്രായം പറയാനൊന്നും യാതൊരു മടിയുണ്ടായിരുന്നില്ല. കാരണം പാർട്ടിക്ക് വേണമെങ്കിൽ അവരെ നിർത്തിയാൽ മതി. അവർക്ക് പറയാനുള്ള കാര്യത്തിൽ അവരുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഇത് പറയുന്നുണ്ടോ? ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. CPM ഗുരുതരമായ തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ഇത് തകരുമെന്ന് കാലയെ കൂട്ടി മനസ്സിലാക്കിയവർ മിണ്ടിയിരുന്നോ? നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ മിണ്ടിയിട്ടുണ്ടോ?
പുക്കാസയുടെ നേതാക്കന്മാർ എപ്പോഴെങ്കിലും പോയി, ഇപ്പോൾ ചില്ലറക്കാരൊന്നും അല്ലല്ലോ, ഒന്നാലോചിച്ച് നോക്കൂ. ഷാജി എൻ കരുൺ, അശോകൻ ചെരുവിൽ ഒക്കെയാണല്ലോ ഇത് നയിക്കുന്നത്. ഒരു യഥാർത്ഥത്തിൽ പാർട്ടിയെ സഹായിക്കാൻ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നവരാണ്. പാർട്ടിയുടെ സ്വപ്നത്തിന് വലിയ പരിക്ക് പറ്റുന്നുണ്ട്. പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യത താഴെ തട്ടിൽ വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്നുണ്ട്. ഇവരന്വേഷിച്ചിരുന്നു. ഇവർ അത് ബോധ്യമുണ്ട് ഇവർക്ക് നന്നായിട്ടറിയാം. ഒരാൾ ചലച്ചിത്ര മേഖലയിലാണ്, ഒരാൾ എഴുത്തിലാണ്. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കഥ എഴുതുകയും സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നവർ രണ്ടുപേരും എനിക്ക് ബഹുമാനമുള്ള രണ്ടുപേരാണ്. പക്ഷേ ഇവരെപ്പോഴെങ്കിലും പാർട്ടിയോട് പോയി പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ വേദികളിലോ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരോടെങ്കിലും കൃത്യമായി പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടോ? ഈ പോക്ക് അപകടത്തിലേക്കാണ്. അവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് സ്വതന്ത്രമായി ഇവരുടെ ഒന്നും അടിമത്തത്തിനും വിധേയത്വത്തിനും നിൽക്കാത്ത ആളുകളാണ് നേരത്തെ പറഞ്ഞ ആളുകൾ. എം മുകുന്ദൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി, അതിനുശേഷം എപ്പോഴെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവനവൻ ആഗ്രഹിച്ച ഒരു വിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. സച്ചിദാനന്ദൻ ആരാണ് എന്നാലോചിച്ചു. അല്ല, സക്കറിയേറ്റോടുമില്ല. സക്കറിയ ഒരു കാലത്ത് നന്നായി വിമർശിച്ചിരുന്നു. വിമർശിച്ചപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ കണ്ണൂരിലെ ഡിവൈഎഫ്ഐക്കാർ അദ്ദേഹത്തെ വേദി കയറി ആക്രമിച്ചിട്ടുണ്ട്. സക്കറിയായി പോലും. ആ സക്കറിയ ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ ആവശ്യമുണ്ടാവും. ഈ അണികൾക്ക് ഈ മാർക്സിസ്റ്റ് തത്വചിന്തയെ പറ്റി വലിയ ധാരണയില്ലാത്തതാണോ ഈ ഇങ്ങനത്തെ അപകടങ്ങളിലേക്കൊക്കെ ഒരു വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ സക്രിയ കയറി ആക്രമിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് എത്തിക്കുക? അത് പഠിപ്പിച്ചിട്ടില്ല, സത്യമാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വിമർശിക്കുന്നവൻ നമ്മുടെ ശത്രുവല്ല. ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകന്മാർ, മീഡിയ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവരെക്കുറിച്ച് പ്രതീക്ഷയുണ്ട് എന്നാണ് അതിനർത്ഥം. വലതുപക്ഷക്കാരെ വിമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അവരെ വിമർശിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വിമർശനത്തെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് അനുയായികളിൽ പഠിപ്പിച്ചിട്ടില്ല. പകരം ഗുണ്ടായിസമാണ് പഠിപ്പിച്ചത്. ഗുണ്ടായിസമാണ് രക്ഷാപ്രവർത്തനം എന്നാണ് പഠിപ്പിച്ചത്. അത് വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ബുദ്ധിജീവികൾക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല, ന്യായീകരണ തൊഴിൽ വലിയ തോതിൽ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അതിനുവേണ്ടി മാത്രം യൂട്യൂബേഴ്സ് എത്ര പേരുണ്ട്? ഇപ്പോൾ ഞാൻ പറയുന്നത് സുനിത ദേവദാസ് ആകട്ടെ, ഈ വലിയ ഒരുപാട് പേരുണ്ട്. CPM വേണ്ടി കുഴലൂത്ത് നടത്തുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഈ നാശത്തിന് ശേഷം വിലപിച്ചിട്ട് കാര്യമുണ്ടോ? ഇവർക്ക് അറിഞ്ഞൂടെ ഈ പൾസ്? അതുകൊണ്ട് ഇതൊന്നും അവർക്കൊക്കെ വലിയ ഉത്തരവാദിത്വം. ഗോവിന്ദൻ മാഷിന് ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ വിമർശനങ്ങളെ നിശബ്ദമാക്കുന്നത് സ്വയം നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി കമ്മിറ്റികളൊക്കെ കുറച്ചും കൂടി വിമർശനങ്ങളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ CPM പോലും ഇല്ലാതാകും എന്നാണ് അതിൽ പറയുന്നത്. ഇറ്റ്സ് ടു ലേറ്റ് മാഷേ എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. വൈകിപ്പോയി മാഷേ, വല്ലാതെ വൈകിപ്പോയി. കാരണം പാർട്ടി ഘടകങ്ങളെ മുഴുവൻ ഷണ്ഡീകരിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊലകൊമ്പന്മാരായ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ, ഒറ്റ എണ്ണത്തിന് മിണ്ടാട്ടുണ്ടോ? അവരുടെയൊക്കെ നാവ് അരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ കിട്ടിയാൽ നിൽക്കുന്നവരുണ്ടാവും. ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നവർ, അവർ നിരാശരായിട്ടും മിണ്ടാതിരിക്കുന്നു. സൗകര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ആശ കൊണ്ടും മിണ്ടാതിരിക്കുന്നു. ഈ വല്ല അക്കാഡമിയോ അവാർഡോ ഒക്കെ കാത്തിരിക്കുന്നവർ, ചെറിയ കമ്മിറ്റികൾ, അതിൻ്റെ TA ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ, സാംസ്കാരിക പ്രവർത്തകന്മാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് ഭരണകൂടത്തെ മന്നവേന്ദ്ര വഞ്ചിക്കുകയാണ്. വഞ്ചിച്ചുകൊണ്ട് ആത്മവഞ്ചനയാണ് എന്ന് അവർ തിരിച്ചറിയണം. ഇത് രാഷ്ട്രവഞ്ചനയാണ്, രാഷ്ട്രീയ വഞ്ചനയാണ്. തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. തീർച്ചയായിട്ടും അവർ ചരിത്രത്തോട് മറുപടി പറയേണ്ടി വരും. പിണറായി വിജയൻ പറഞ്ഞില്ലെങ്കിൽ പോലും ആദ്യം പറയേണ്ടി വരിക ഇടതുപക്ഷ ബുദ്ധിജീവികളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.